നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ആലപ്പുഴ മാരാരിക്കുളം ഓമനപ്പുഴയിൽ സ്വന്തം മകളെ പിതാവ് കഴുത്ത് ഞെരിച്ചു കൊലപ്പെടുത്തിയ സംഭവം അക്ഷരാർത്ഥത്തിൽ അത് വളരെയധികം നടക്കുന്നതായി മാറിയിരിക്കുകയാണ്. മാത്രമല്ല, ഇത് വീട്ടുകാർ കണ്ടുകൊണ്ട് നിന്നു, അവർ പുറത്ത് പറഞ്ഞില്ല എന്നതടക്കമുള്ള വിവരങ്ങളൊക്കെ ശരിക്കും ഒരുപാട് ചോദ്യങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ്. ഈ പിതാവ് ഇത്തരത്തിൽ കൊലപ്പെടുത്തിയത് മകൾ വീട്ടിൽ വഴക്കിടുന്നതും മാത്രമല്ല മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നതും പതിവായിരുന്നു എന്നാണ് പിതാവ് ഇപ്പോൾ മൊഴി നൽകിയിരിക്കുന്നത്. മാരാരിക്കുളം തെക്ക് പഞ്ചായത്ത് 15-ാം വാർഡ് ഓമനപ്പുഴ കുടിയാരംശ്ശേരിയിൽ ജോസ്മോനാണ് മകൾ ഏഞ്ചൽ ജാസ്മിനെ കൊലപ്പെടുത്തിയത്. ചൊവ്വാഴ്ച രാത്രി 11 മണിയോടെയാണ് ഈ അതിക്രൂര കൊലപാതകം സംഭവിച്ചത്. തോർത്തുപയോഗിച്ച് കഴുത്ത് ഞെരിച്ചാണ് ജോസ്മോൻ മകളെ കൊലപ്പെടുത്തിയത്. കഴുത്തിലെ 2 രക്തക്കുഴലുകൾ പൊട്ടിയാണ് യുവതിയുടെ മരണം സംഭവിച്ചതെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമായിരിക്കുന്നത്. ഏഞ്ചലിന്റെ അമ്മ ജെസിയും ഈ സമയം വീട്ടിലുണ്ടായിരുന്നു. ഇവരെയും കേസിൽ പ്രതി ചേർത്തേക്കും. കാരണം ഇവരിത് കണ്ടു, ഇവരാണ് കൈ പിടിച്ചു വെച്ചത് മകളുടെ കൊലപ്പെടുത്താനായി. മാത്രമല്ല, ഈ വിവരം മറച്ചു വെച്ചു എന്നതടക്കമുള്ള കുറ്റങ്ങൾ അമ്മയും ചെയ്തിരിക്കുകയാണ്. 3 വർഷം മുൻപായിരുന്നു ജാസ്മിന്റെ വിവാഹം നടന്നത്. വിവാഹിതയായ ഏഞ്ചൽ ജാസ്മിൻ ഭർത്താവുമായി വഴക്കിട്ട് 5 മാസമായി സ്വന്തം വീട്ടിലായിരുന്നു. ഇവിടെ വന്ന ശേഷം അച്ഛനും അമ്മയുമായും മറ്റു കുടുംബാംഗങ്ങളുമായും വഴക്കിടുന്നത് പതിവായിരുന്നു. ജോസ്മോൻ തടഞ്ഞു. പക്ഷേ രാത്രി സ്കൂട്ടർ എടുത്ത് ഏഞ്ചൽ പുറത്തേക്ക് പോകുന്ന സാഹചര്യമുണ്ടായി. തിരികെ എത്തിയപ്പോൾ ഏഞ്ചലും ജോസ്മോനുമായി മൽപ്പിടുത്തമുണ്ടായി. ഇതിനിടെ തറയിൽ വീണ തോർത്തുപയോഗിച്ച് ജോസ്മോൻ ഏഞ്ചലിനെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തി. ഈ സമയം ജെസിയും കൂടെ ഉണ്ടായിരുന്നു. ബുധനാഴ്ച രാവിലെ മകൾ മരിച്ചു കിടക്കുന്നതായി ജോസ്മോനും ഭാര്യയും അയൽവാസികളെ വിവരം അറിയിച്ചു. സംഭവം അറിഞ്ഞെത്തിയ പഞ്ചായത്ത് അംഗം PJ ഇമ്മാനുവൽ പോലീസിൽ വിവരം അറിയിച്ചു. പോലീസ് എത്തിയായിരുന്നു മൃതദേഹം ചെട്ടിക്കാട് ആശുപത്രിയിലേക്ക് മാറ്റിയത്. ചെട്ടിക്കാട് സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ ഇൻക്വസ്റ്റ് നടപടി നടത്തിയപ്പോൾ ഏഞ്ചലിന്റെ കഴുത്തിലെ പാട് കണ്ട് ഒരു അസ്വാഭാവികത തോന്നുന്നു. പിന്നീട് പോലീസ് സ്റ്റേഷനിലേക്ക് പിതാവായ ജോസ്മോനെ വിളിച്ചു വരുത്തുന്നു. ഇൻസ്പെക്ടർ ടോൾസൺ P. ജോസഫിന്റെ ചോദ്യം ചെയ്യൽ മണിക്കൂറുകൾ നീണ്ടുനിന്ന ചോദ്യം ചെയ്യലിനിടയിലാണ് പ്രതി കുറ്റം സമ്മതിച്ചത്. തന്റെ അച്ഛൻ സേവ്യറിനെ ഏഞ്ചൽ മർദ്ദിച്ചതായും ജോസ്മോൻ മൊഴി നൽകി. മാത്രമല്ല, രാത്രി വീട്ടിലെത്തിയ പോലീസ് എല്ലാവരെയും ചോദ്യം ചെയ്ത ശേഷം വീട് പൂട്ടി സീൽ ചെയ്തു. ചൊവ്വാഴ്ച രാത്രിയോടെയാണ് കൊലപാതകം നടന്നത്. തോർത്തുകൊണ്ട് കഴുത്ത് ഞെരിച്ചു കൊലപാതകം. അന്നു രാത്രി തന്നെ മകൾ മരിച്ചെന്ന് ജോസ്മോനും ജെസിക്കും ഉറപ്പായിരുന്നു. കൃത്യം നടത്തിയ ശേഷം എല്ലാവരും കിടന്നുറങ്ങി. യാതൊരു ഭാവമാറ്റവുമില്ലാതെ ബുധനാഴ്ച രാവിലെ അയൽക്കാരോട് നല്ല രീതിയിൽ പെരുമാറി. പള്ളിയിൽ പോകാൻ വിളിച്ചപ്പോൾ അനക്കമില്ലെന്നും മരിച്ചു കിടക്കുകയാണെന്നും അയൽക്കാരെ ജോസ്മോനാണ് അറിയിച്ചത്. ഇതറിഞ്ഞ് ആളുകൾ ഓടിക്കൂടി. ഇതോടെ അലമുറയിട്ട് ജോസ്മോനും ഭാര്യ ജെസിയും പൊട്ടിക്കരഞ്ഞു. നാട്ടുകാർ പോലീസിൽ വിവരം അറിയിച്ചു. ജീവനുണ്ടാകും ആശുപത്രിയിൽ കൊണ്ടുപോകാനായിരുന്നു പോലീസ് അപ്പോൾ നിർദ്ദേശിച്ചത്. മൃതദേഹ പരിശോധനയിൽ ജാസ്മിന്റെ കഴുത്തിലെ അസ്വാഭാവിക പാടുകൾ കണ്ട് പോലീസിന് സംശയം തോന്നുകയായിരുന്നു. കെട്ടിത്തൂങ്ങിയിട്ട് ആത്മഹത്യ മറയ്ക്കാൻ വീട്ടുകാർ അഴിച്ചു കിടത്തിയതാണോ എന്ന ഒരു സംശയമായിരുന്നു ആദ്യം പോലീസിനുണ്ടായത്. ഇതിന് വ്യക്തത വരിക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു പിതാവ് ജോസ്മോനെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തത്. പക്ഷേ ചോദ്യം ചെയ്യലിനിടെ പിടിച്ചു നിൽക്കാൻ ജോസ്മോന് കഴിഞ്ഞില്ല. കുറ്റം സമ്മതിക്കുകയായിരുന്നു. ബന്ധുക്കൾ ജാസ്മിനെ കുറിച്ച് പറയുന്നത് ഇപ്രകാരമാണ്: കന്യാസ്ത്രീ പട്ടത്തിന് പഠിക്കാൻ പോയെങ്കിലും അത് മുഴുവനാക്കാതെ ജാസ്മിൻ തിരിച്ചു പോന്നു. പിന്നീട് തുമ്പോളി സ്വദേശിയെ വിവാഹം കഴിച്ചു. കുട്ടികളില്ല. ആലപ്പുഴ നഗരത്തിലെ സ്വകാര്യ ആശുപത്രിയിൽ ലാബ് ടെക്നീഷ്യനായിരുന്നു ജാസ്മിൻ. പിതാവിന്റെ ഒരു സഹികെട്ട് ചെയ്തു പോയതാ എന്നതടക്കമുള്ള ഒരു പ്രതികരണമാണ് പിതാവിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. അക്ഷരാർത്ഥത്തിൽ ഓമനപ്പുഴ ഗ്രാമം ഞെട്ടിയിരിക്കുകയാണ്. ജോസ്മോനെ കുറിച്ച് നാട്ടുകാർക്ക് നല്ല മതിപ്പാണ്. പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കുന്ന ആളല്ല. എല്ലാവരും നല്ലത് മാത്രമാണ് അദ്ദേഹത്തെ പറ്റി പറയുന്നത്. പക്ഷെ എങ്ങനെ അദ്ദേഹം ഒരു കൊലയാളിയായി മാറിയെന്നാണ് പരസ്പരം ആളുകൾ ചോദിക്കുന്നത്. അത്യാവശ്യം ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൊക്കെ പ്രവർത്തിച്ചിരുന്ന വ്യക്തി. ആ ഒരു വ്യക്തി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നു, നന്മ ചെയ്യുന്നു. ആ ഒരു മനുഷ്യൻ എങ്ങനെ സ്വന്തം മകളെ കൊലപ്പെടുത്തി എന്ന ചോദ്യമാണ് നാട്ടുകാർ പരസ്പരം ചോദിക്കുന്നത്. സഹികെട്ടാണ് അങ്ങനെ ചെയ്യേണ്ടി വന്നത് എന്നാണ് ജോസ്മോൻ പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്. വീട്ടിലെല്ലാവരെയും നിരന്തരം ഉപദ്രവിക്കുന്നു, എപ്പോഴും വഴക്ക്, പറഞ്ഞാൽ അനുസരണയില്ല, സഹികെട്ട് ചെയ്തു പോയതാ സാറേ. ഇതായിരുന്നു പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ ജോസ്മോൻ കുറ്റസമ്മതം നടത്തിയത്. ജാസ്മിന്റെ കൊലപാതക വാർത്ത അറിഞ്ഞപ്പോൾ നാട്ടുകാർക്കൊന്നും അത് അംഗീകരിക്കുക, അല്ലെങ്കിൽ ജാസ്മിൻ മരിച്ചു എന്ന വിവരം അക്ഷരാർത്ഥത്തിൽ ഈ നാട്ടുകാർക്കൊക്കെ വലിയ രീതിയിലുള്ള നടുക്കമാണ് സൃഷ്ടിച്ചത്. ആ വീട്ടിൽ അത്തരമൊരു സംഭവം ആരും പ്രതീക്ഷിച്ചില്ല. ജാസ്മിനും ചിരിച്ചുകൊണ്ട് വളരെ നല്ല രീതിയിലാണ് നാട്ടുകാരോടൊക്കെ ഇടപഴകിയിരുന്നത്. ഭർത്താവിന്റെ വീട്ടിൽ വഴക്കിട്ട് സ്വന്തം വീട്ടിലെത്തിയ ജാസ്മിൻ അവരോടെന്നും വഴക്കൂടുന്ന സാഹചര്യമുണ്ടായി. വഴക്കിന്റെ കാരണങ്ങൾ വ്യക്തമല്ല എന്നാണ് അന്വേഷണ സംഘം പറയുന്നത്. എന്തായാലും വിശദമായ അന്വേഷണം നടക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങളൊക്കെ പുറത്തു വരേണ്ടതായിട്ടുണ്ട്. എന്തായാലും മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിലായിരുന്നു ഇത്തരത്തിലൊരു കുറ്റസമ്മതം അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്.
മാത്രമല്ല ഇവർ ചെയ്ത ആത്മഹത്യ എന്ന് വരുത്താൻ മൃതദേഹം കിടപ്പുമുറിയിലെ കട്ടിലിൽ കിടത്തിയെന്നതാണ്. വീട്ടുകാർക്ക് മുമ്പിൽ വെച്ചായിരുന്നു ജാസ്മിന്റെ കഴുത്ത് ജോസ്മോൻ ഞെരിച്ചത്. ജാസ്മിൻ അബോധാവസ്ഥയിലായപ്പോൾ ഇയാൾ വീട്ടുകാരോട് മാറാൻ പറഞ്ഞു. തുടർന്ന് കഴുത്തിൽ തോർത്തു കുരുക്കി മരണം ഉറപ്പാക്കി. വീട്ടുകാർ ഇതെല്ലാം കണ്ടു നിൽക്കുകയായിരുന്നു. ഫ്രാൻസിസിന്റെ പിതാവ് സേവിയർ, മാതാവ് സൂസി, ഭാര്യ സിന്ധു അടക്കമുള്ളവർ സംഭവ സമയത്ത് വീട്ടിലുണ്ടായിരുന്നു. വീട്ടുകാർക്ക് എല്ലാ കാര്യങ്ങളും അറിയാമായിരുന്നിട്ടും ഒരു രാത്രി മുഴുവൻ ആ കൊലപാതക വിവരം വീട്ടുകാർ മറച്ചുവെച്ചു. അതെന്തിനായിരുന്നു എന്ന ചോദ്യം ശക്തമാണ്. ആദ്യമൊക്കെ താൻ തനിച്ചാണ് മകളെ കൊലപ്പെടുത്തിയതെന്നും വീട്ടുകാർക്ക് വിവരം അറിയില്ല എന്നതടക്കമുള്ള പ്രതികരണമാണ് ജോസ്മോൻ നടത്തിയത്. പക്ഷേ നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷം കൊലപാതകം നടത്തിയത് വീട്ടുകാർക്ക് മുന്നിൽ വെച്ചാണെന്ന് പ്രതി സമ്മതിച്ചു. ജോസ്മോന്റെ അറസ്റ്റ് പോലീസ് കഴിഞ്ഞ ദിവസം തന്നെ രേഖപ്പെടുത്തിയിരുന്നു. മണ്ണഞ്ചേരി പോലീസാണ് കേസ് അന്വേഷിക്കുന്നത്. ഏഞ്ചൽ സ്ഥിരമായി രാത്രി ഒറ്റയ്ക്ക് പുറത്തു പോകുന്നതിനെ ചൊല്ലി ഇതിനു മുൻപും വീട്ടിൽ തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് പോലീസ് വ്യക്തമാക്കുന്നു. നാട്ടുകാരിൽ ചിലർ ഏഞ്ചലിന്റെ രാത്രി യാത്ര ശരിയല്ലെന്ന മട്ടിൽ ഫ്രാൻസിസിനോട് സംസാരിച്ചിട്ടുണ്ടെന്നും അധികൃതർ വ്യക്തമാക്കുന്നുണ്ട്. ഏഞ്ചൽ മരിച്ചു എന്ന് ഉറപ്പായതോടെ ഭയപ്പെട്ട കുടുംബം രാവിലെ വരെ വീടിനുള്ളിൽ തന്നെ ഇരിക്കുന്ന സാഹചര്യമുണ്ടായി. പുലർച്ചെ 6 മണിയോടെ ഏഞ്ചലിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയെന്ന് പറഞ്ഞ് ഇവർ കരഞ്ഞതോടെയാണ് അയൽവാസികൾ വിവരം അറിയുന്നത്. കരച്ചിൽ കേട്ടെത്തിയ അയൽവാസികളോട് മകൾ വിളിച്ചിട്ട് അനങ്ങുന്നില്ലെന്നാണ് കുടുംബം പറഞ്ഞത്. പിന്നാലെ മണ്ണഞ്ചേരി പോലീസ് ഇൻസ്പെക്ടർ ടോൾസൺ പി ജോസഫിന്റെ നേതൃത്വത്തിലുള്ള സംഘം വീട്ടിലെത്തി. രാത്രി സ്കൂട്ടറുമായി പുറത്തു പോകാറുള്ള ഏഞ്ചൽ ചൊവ്വാഴ്ച രാത്രി 9-ന് പുറത്തുപോയി 10:30-യോടെയാണ് തിരിച്ചെത്തിയത്. പിടിവലിക്കിടെ ഏഞ്ചലിനെ കഴുത്തിന് കുത്തിപ്പിടിക്കുകയും തോർത്തുപയോഗിച്ച് മുറുക്കി കൊലപ്പെടുത്തുകയുമായിരുന്നുവെന്നാണ് ഫ്രാൻസിസ് പോലീസിന് നൽകിയ മൊഴി. പഞ്ചായത്ത് അംഗം ഉൾപ്പെടെയുള്ളവർ വീട്ടിലെത്തുമ്പോൾ കട്ടിലിൽ കിടക്കുന്ന നിലയിലായിരുന്നു മൃതദേഹം. തുടർന്ന് ചെട്ടിക്കാട് താലൂക്ക് ആശുപത്രിയിലേക്ക് മൃതദേഹം മാറ്റി. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സൂക്ഷിച്ചിരുന്ന മൃതദേഹം വീട്ടുകാർക്ക് നൽകുകയുണ്ടായി, വിട്ടുകൊടുത്തു. എന്തായാലും അതിക്രൂരമായ ഒരു കൊലപാതകമാണ് സംഭവിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ഒരു പിതാവ് സ്വന്തം മകളെ അതിക്രൂരമായി കൊലപ്പെടുത്തിയിരിക്കുന്നു. അതായത് ഒരുപാട് ഗാനങ്ങൾ പറയുന്നുണ്ട്. പ്രത്യേകിച്ച് മകൾ ആ സമയത്ത് പുറത്തു പോകുന്നു, വൈകി വീട്ടിൽ വരുന്നു. ഇത് കല്യാണം കഴിഞ്ഞ പെൺകുട്ടിയാണ്. അപ്പോൾ ഭർത്താവുമായി അകന്നിട്ട് വഴക്കുണ്ടാക്കുന്നു, വീട്ടിൽ വന്ന് നിൽക്കുന്നു. അതിനിടയിൽ പുറത്തു പോകുന്നു, നാട്ടുകാർ പരാതി പറയുന്നു. മാത്രമല്ല വീട്ടിൽ ഉപദ്രവകാരിയായിരിക്കുന്നു, തൻ്റെ പിതാവിനെ ഉപദ്രവിക്കുന്നു, വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. അങ്ങനെ സഖി കെട്ട് താൻ ചെയ്തു പോയതാണ് സാറേ എന്നാണ് ആ പിതാവ് പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും സഖി കെട്ട് ചെയ്തു പോയി എന്ന് തന്നെയാണ് പിതാവിൻ്റെ ആ മൊഴികളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട മറ്റൊരു നിർണായക വിവരം, പിതാവ് കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തുമ്പോൾ ഈ ഏഞ്ചൽ ജാസ്മിൻ്റെ കൈകൾ മാതാവ് പിടിച്ചു വച്ചിരുന്നു എന്നതടക്കമുള്ള നിർണായക വിവരം പുറത്തു വരുന്നുണ്ട്. അതായത് അമ്മയും കൊലപാതകത്തിന് കൂട്ടുനിന്നു. മാത്രമല്ല ആ വീട്ടിലുണ്ടായിരുന്ന മറ്റ് 2 പേരും അവരും ഇതെല്ലാം കണ്ടുകൊണ്ട് തടയുകയോ അല്ലെങ്കിൽ അരുതെന്ന വാക്കു പറഞ്ഞോ എന്നതടക്കമുള്ള ചോദ്യങ്ങളുണ്ട്. അപ്പോൾ അത്രയും പ്രശ്നക്കാരിയായിരുന്നു ഏഞ്ചൽ ജാസ്മിൻ എന്നതടക്കമുള്ള ചോദ്യങ്ങൾ ശക്തമാവുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.